മാനസ എന്ന് പറഞ്ഞൊരു ഒരു ലൈൻ ഉണ്ടല്ലോ ലാസ്റ്റില് ചരണത്തില്, അതൊന്ന് പാടുമോളൂ. അതൊക്കെ മോൾ. ആ മാനസ നേരത്തെ പാടിയപ്പം അവിടെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില സംഘം അത് കേൾക്കുമ്പം പെട്ടെന്ന് മോൾ അത് ആ താളത്തിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഓടി പിടച്ച് പാടിയ പോലെ തോന്നി. അതാണ്. ബാക്കിയെല്ലാം നല്ല ഒരുപാട് പോർഷൻസ് നല്ലപോലെ പാടി. മോളുടെ ശബ്ദം നല്ല ക്യൂട്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഒരു ടോട്ടൽ ഫീലിന് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് ഈ പാട്ട് ഇതിൻ്റെ വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ അതിൻ്റെ ഫീല് കയറണം. ഇപ്പോൾ മോക്കെന്താണോ ഈ പാട്ടിനുള്ള ഫീൽ വരുന്നത് അത് തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. ഈ പിന്നെ തുടക്കം ആത്മാവിൻ, അതെന്താണ്? ആത്മാവിൻ പുസ്തക അത് കുറച്ചൊരു ഓളിയം വേണം. ആത്മാവിൻ തള്ളി ഒരു മയിൽ പീലി പിടഞ്ഞു. കൊള്ളാം മോളെ. ഓളിയം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ഫോറിൻ നോട്ട് ഉപയോഗമുണ്ട്. എവിടാണത്? ഓർമ്മകൾ ഇടറി വീണു. വീണു അല്ല, ഓർമ്മകളാ. അങ്ങ് കൊണ്ട് വീണു ഉടനെ അങ്ങ് അടിച്ച് തള്ളിക്കോടുക. ആ ഓർമ്മകൾ എന്നുള്ളതാണ് ഫോറിൻ നോട്ട്. അപ്പൊ അതിനൊരു കൃത്യത വേണോടാ. ബ്യൂട്ടിഫുൾ ആണത്. അതൊന്ന് പാടാമോ? ഒന്ന് പാടാമോ? ഇടറിക്കുണ്ട് മോളെ ഒരു നൈസ് മോളെ, നൈസ്. കാര്യം അതിനൊക്കെ ഒരു എന്താ പറയുക, അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ക്ലാരിറ്റിയോടെ അങ്ങോട്ട് ചേർത്ത് പാടുമ്പോഴേ നമുക്ക് ആ വൈബ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് നോക്കിക്കൊള്ളുക കേട്ടോ. പിന്നെ ഈ അമ്പിളി അറിയാതെ അതും ഇത് തന്നെയാണ് അല്ലേ വരുന്നത്. ഒന്ന് പാടാമോ അത്? ആ യാമിനി അത് മാഷിൻ്റെ കാലിൽ തൊഴുന്നു. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തൊരു സുഖമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. നന്നായിട്ട് പാടി മോളെ. എനിക്ക് പല ഏരിയയും കുറേ ഇഷ്ടപ്പെട്ടു.